ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു റോഡ് ട്രിപ്പ് പോകാൻ പോവാണ്. റോഡ് ട്രിപ്പ് എവിടേക്കാന്ന് വെച്ചാൽ മൈസൂരാണ്. നമ്മളെ പഴയ ഷോർട്സൊക്കെ കണ്ടവർക്ക് അറിയാണ്ടാവും. മൈസൂർ നമ്മളെ ഷബീറിൻ്റെ വൈഫ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പയ്യന്മാരെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിൻ്റെ ഇന്നോവ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 2 ദിവസം അവിടെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളിതാ ഇപ്പോൾ ടൈം 2 മണിയായി. 2 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ പോകുന്ന വിശേഷം കാര്യങ്ങളും നമ്മൾ ബന്ദിപ്പൂർ കാട് വഴിയാണ് പോണത്. ആ പോണ റൂട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പൈമരിപ്പ് വരും. വണ്ടിയിൽ ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മറുവാനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോവാം. ഓക്കെ, സോ ഗൈസ് നമ്മളിതാ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ടുണ്ട്. വണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. സോ ഗൈസ് നമ്മളിപ്പോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് അലിഖാൻ ഉണ്ട്, റബി ഉണ്ട്, റബി ഡ്രൈവർ ഇതാ, മർവാനുണ്ട്. ഒന്ന് ക്യാമറക്ക് ഒരു വ്ലോഗ് ഒരു ഹായ് കൊടുത്തു. ഹായ്. ഇതാ ചന്ദ്രനുണ്ട്. ഹായ്. അപ്പൊ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സമയം 2:30 മണിയായി. നമ്മളിതാ മനസ്സമാധാനം അതുകൊണ്ട് അത് മുഖമാണെങ്കിലോ ഞാനിങ്ങനെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് കോഴിക്കോടൊക്കെ കഴിഞ്ഞ് താമരശ്ശേരി കഴിഞ്ഞ് നമ്മള് ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മള് നെഹദി മന്തി കഴിക്കാൻ പോവാണ്. ഉച്ചക്കൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാം. Good. So good. ഇവിടെ നമ്മള് രാജസ്ഥാൻ പോക്കരെ ഇവിടെ ഇനിയിപ്പോ റൂം എടുക്കണെങ്കിലേ നമുക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. എല്ലാവരും സെപ്പറേറ്റ് റൂം എടുക്കല് റിസ്ക് അല്ലേ? ഡോർമെറ്റ് എടുക്കാം ഡോർമെറ്ററി അടി ചെയ്യാൻ ഇറക്കട്ടോ. അതാ നല്ലത്. ചിക്കൻ മന്തി രാവിലെ എന്താണ്ടേ ഗ്രീൻ ചില്ലിയോ? ഗ്രീൻ ചില്ലി വേണ്ട. എങ്ങനുണ്ട്? പൊളി, ഒന്നും പറയാനില്ല. ചന്ദ്ര എങ്ങനുണ്ട്? അതേതാ? അൽഫാമല്ലേ? ഒന്ന് കഴിച്ചു നോക്കിയാ. കംപ്ലീറ്റഡ്. ഇതിപ്പോ മൈസൂർ എത്തോ? ചുരം വരെ പോയി കണ്ട് നമ്മളാ ചുരം കയറുമ്പോത്തിന് ദഹിച്ചോളും.
തുറന്നു പോകട്ടോ, നടക്കൂല. ഇന്ന് 1079 രൂപ. ചെറിയ പൈസ, ചെറിയ പൈസ, ചെറിയ ഫുഡ്, ചെറിയ പൈസ. മന്തി കഴിഞ്ഞൊരു കാവടിക്കല്. അങ്ങനെ നമ്മള് സെക്കൻഡ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഞാനേ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റൈസ് പറ്റിയ സംഭവം ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. അതൊരു ഫ്ലേവർ ഒന്നുമില്ല. അതൊരു നോർമല് ഫ്ലേവർ ഇല്ലല്ലേ ഗൈസ്. നമ്മള് ഒരു ചെറിയ സീനുണ്ട്. ചെറുതായിട്ട് ടയറൊന്ന് പഞ്ചറായി. തുടക്കത്തിലെ പഞ്ചറ് ആ ചെക്കൻ പറഞ്ഞു. ചേട്ടാ എന്ത് ചെയ്യും മല്ലയ്യ? അങ്ങനെ നമ്മൾ ജാക്കി വെച്ചു ഗൈസ്, ജാക്കി വെച്ചു. ഒരു തീറ്റ ഒരു പഞ്ചർ, ഇങ്ങനെ ഈ കാർ മിക്കവാറും വണ്ടി പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും തിന്നിട്ട് പഞ്ചറായാൽ മതി. അല്ലേ പിന്നെ തിന്നാനും തോന്നുന്നില്ല. പട്ടിണി കിടന്ന് ആകെ അലമ്പായി തോന്നും. വെള്ളയൊക്കെ എത്തിയിട്ട് പഞ്ചറായിക്കോളി, ഒരു പ്രശ്നമില്ല, നമുക്കൊരു സങ്കടമില്ല. അത് നീ ആ കറങ്ങണ്ട്. അല്ലടാ അത് നിങ്ങള് റിംഗ് ടൂൺ കേൾക്കാൻ വേണ്ടി കണ്ടുപിടിച്ചാണ്. SBR വിളിക്കണ്ടേ? നിങ്ങള് ചന്ദ്ര പറഞ്ഞ റിംഗ് ടൂൺ അടിപൊളിയാണോ കളർ ടൂണേ? പറഞ്ഞോടുക്ക. ഇവിടുത്തെ സന്തോഷം എന്താന്ന് പറഞ്ഞോടുക്കേ. ഞങ്ങളിപ്പോ ഇവിടെ അടിവാരത്തി പഞ്ചറായി. ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം സംഭവം കഥകൾ ഒരുപാടുണ്ടാവും. കുറെ ഉണ്ടാവും, ഒരുപാട് കഥന കഥകൾ. ആറെനിക്ക് മുത്തം എത്ര ഒരു മുത്തം കൊടുക്കാം, കൊടുക്കേണ്ടി വരും. അലിഖാനോടെ അത് വിളിക്കുന്നുണ്ടോ? ആറെനിക്ക് മറവാൻ ഒരു മുത്തം കൊടുക്കേണ്ടി വരും, മുത്തം. അപ്പൊ നമ്മളെ ടയറൊക്കെ ഊരി ഇതാ വർഷോപ്പ് നാളെ വിളിച്ചാണ്. വരും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ ഇതൊന്നും പോണേ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോ പഞ്ചറടി. അതാണ് നമ്മളെ ചൊരത്തുമെന്ന് ഒന്നുകൂടി നമുക്ക് അതിന് തൂങ്ങണ്ടട്ടാ. അതുകൂടി ഉണ്ട്. എന്ത് 6 മണിക്ക് മുത്തങ്ങിലെത്തണം വിചാരിച്ചാണ്. ഫോറസ്റ്റ് എടുക്കണമെന്ന് അവിടെ എത്താൻ പറ്റുന്നതാണ് വലിയ. ഫോറസ്റ്റ് എടുക്കുന്നതിന് അടുത്തോ റെഡി ആയാൽ മതി. 4 ടയറും മൊട്ടാണല്ലോ. മൊട്ടല്ല ചങ്ങ, മൊട്ടൊന്നല്ല. അതൊക്കെ നൂല് കണ്ടിക്കണം, അത്രേ ഉള്ളൂ. കമ്പി കാണാണ്ട് ടയർ കണ്ടോളി. അടുത്ത പൊട്ടാണ് ടയറാണ്. ഓ നൈസ്. കണ്ടാ നൂലുണ്ടെങ്കിൽ നടക്കണ്ടേ. ഇതാണിപ്പോ നമ്മള് ഊരിയ ടയർ, പഞ്ചറായ ടയർ. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ 5-6 പഞ്ചറുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഈ ഒരു ഇടവേള നമുക്ക് മനോഹരമാക്കാന് നല്ലൊരു എത്ര മനോഹരാക്കണ്ട, അത്ര മനോഹരാക്കണ്ട. നമുക്ക് ബസ്സുകൾ പോകുന്നത് നോക്കാം. ബസ്സിന്റെ എണ്ണ എടുക്കാം. അവിടെ ഒരു പൂന്തോട്ടം നിൽക്കുന്നുണ്ട്, അവിടെ ഒരു പൂന്തോട്ടുണ്ട്. എന്താ പിന്നെ നമ്മളെ ഇപ്പൊ കഴിച്ച ഫുഡിനെ പറ്റി പറയണെങ്കില് ഇവിടുത്തെ റൈസ് ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 10-ല് ഒരു 10 എത്ര കൊടുക്കാൻ പഞ്ചർ ചേട്ടൻ വന്നിട്ടുണ്ട്.
ഓ അലിഖാനാണ് ബാഹുബലി, ഞങ്ങളുടെ ടീമത്തെ ബാഹുബലി. ബാഹുബലി. ബൈ ബൈ. അപ്പൊ എന്തായാലും ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. ചേട്ടൻ കൊണ്ടുപോയി. ഇപ്പൊ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം കൊണ്ടുപോയില്ല. ബൈക്കിലിട്ട് പോയാണ്. തൊള്ള ഉറക്കാനുള്ള മതിയല്ലോ അലിഖാൻ. പെരുവിനെ കടിച്ചിട്ട് പെരിപെരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെരിപെരി 10 പൈസക്കില്ല. വെരി ഗുഡ്. നൈതി മന്തിയാണ് ഗൈസ്. ഇതിലെ വയനാട്ടിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈങ്ങാപ്പുഴല്ല പോരാ. മിക്സ്ഡ് ആണ്, മിക്സ്ഡ് റിവ്യൂസ് ആണ് പലർക്കുള്ളത്. നമുക്ക് പെരിപെരി അത്ര കംഫർട്ട് ആയിട്ട് തോന്നിയില്ല. അല്ല നമ്മളെന്താ വെച്ചാല് ഓലൊരു ജീവിതമാർഗമാണ്, നമ്മളുള്ള ജെനുവിൻ റിവ്യൂ ആണ് ഇപ്പൊ പറഞ്ഞത്. അത് അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓല് നന്നാക്കാം. ഓരോ ബിസിനസ് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നന്നാവുള്ളൂ. നമ്മുടെ താഴെയാണ് തുറന്ന് പറയുന്നത്. പാങ്ങാട്ടിന് എന്താ പറയല്ലേ? എനിക്കൊന്നുമേ പറയാനില്ല. എനിക്ക് അന്റെ വർത്താനം. പിന്നെ അതുപോലെ തന്നെ പറയണേ നമ്മളെ പാങ്ങാട്ട് ശനിയാഴ്ച പോവാണ്. പാങ്ങാട്ട് ഗൈസ്, പാങ്ങാട്ട് ശനിയാഴ്ച നാട് വിട്ട് പോവാണ്. അതിന്റെ പ്രവാസ ലോകത്തേക്ക് കിടക്കണം. ട്രിപ്പാണ് മാസിക്കല്ല. മെമ്മറബിൾ ആക്കിയാണ് മടിക്കണം. ടയർ പഞ്ചറാക്കി പോണതിന്റെ മുന്നത്തെ അവസാനത്തെ ഒരു ഓർമ്മക്കായിട്ടുള്ള ഒരു സാധനം. 6 മാസം കഴിഞ്ഞിട്ട് പാങ്ങാട്ടെ നിക്കാഹുണ്ട്. 10 വാരാണെന്നുള്ള പിന്നെ പറയാം. പെണ്ണ് കെട്ടാൻ വേണ്ടിട്ടാണോ ഗൾഫിൽ പോകണമെന്നൊക്കെ പറയാം. അല്ലല്ല, പെരക്കാർ ഓനക്ക് പെണ്ണിട്ടില്ലെന്ന് ഉറപ്പായ പെരക്കാർ ആൾക്കാർക്ക് വസ്ത്രമുണ്ടെങ്കിൽ ഓനെ കേട്ടി വിടാൻ. അങ്ങനെ ഗൈസ് നമ്മള് പഞ്ചറൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്നു. ട്യൂബ് മാറ്റി. ഇതാ ടയർ ഇപ്പോൾ സെറ്റ് ആയിക്കണം. ഇനി പോയി ഒക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനേ എത്തൂല നമ്മളവിടെ. തമിഴ്നാട്ടിലായി. ഓക്കെ, നമ്മളെന്തായാലും ഗായ്സ് നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചമേ നീ എത്ര സുന്ദരി. അപ്പൊ നമ്മൾ ചുരത്തിൽ ഇതാ ഈ കടയിലാണ് ഗൈസ് നമ്മൾ കയറാൻ പോകുന്നത്. ചായ കുടിച്ചൊക്കെ നല്ല കടികളുണ്ട്. ഓ പിന്നല്ലാതെ സെറ്റല്ലാതെ കൂട്ടിട്ടൊരു കട്ടനുണ്ടോ? എനിക്കൊരു ലൈറ്റ് അപ്പൊ നമ്മള് ഇത് എന്താണ് പഞ്ചർ മാറ്റിട്ട് ടെൻഷൻ മാറ്റാന് അതിന്റെ ബൈക്കായിട്ട് ചായ കുടിക്കും. ആ പഞ്ചർ ആയാലേ തിന്നാ കണ്ട് ഇല്ലാതായി. മസാല അപ്പൊ നമ്മള് കോഴിമുട്ട അധികം സോഡാണോ? വാവ്, കാണാൻ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? കാടമുട്ടിയും ബൂസ്റ്റോ.
അതെന്നെ മോന്ത കാണില്ല അയ്യോ താറാമുട്ടും ചായ കൊള്ളാം. ഇരിച്ചിങ്ങനെ കാണിച്ചാ ഇരിക്കും ജയ്സ് അവിടെയാണ് ആനുള്ളത് വരാം. മറ്റേ സുഖു ബസ്സിൽ വരില്ലേ ആ ബസ്സിൽ നമുക്ക് കയറി പോകേണ്ടി വരും. കാണൂല്ലോ ഓനെ കാണാൻ ഓനെ പറഞ്ഞു ഇജ്ജത്ത് കാണൂല്ലോ. ബസ്സിന്റെ മുകളിൽ കയറി ഒരു തുണി എടുത്ത് കടയിൽ കാട്ടോ വേണ്ട വേണ്ട കേറുന്നതിന് മുന്നേ ബസ്സിന്റെ ഫോട്ടോ അയച്ചാണ് എപ്പോഴും ഒന്ന് രാത്രി കയറൂലേ? വൈകുന്നേരം കയറുന്നോ നമ്മളിവിടെ വാഷ് ചെയ്യണ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിലുള്ള അടിപൊളില്ലേ? പാറക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഇവിടുന്ന് ചെറുപ്പം ചായ കുടിച്ച് ഇപ്പൊ നമ്മള് ചായ കുടിച്ചു അക്കുള്ളുണ്ടായിരുന്നു ഫുള്ള് കായ് കഴിഞ്ഞിട്ടോ ചായ ഫുള്ള് കഴിഞ്ഞാ ഇനിയിപ്പോ അവിടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമ്മൾ മൈസൂര് എത്തിയിട്ടുള്ള ഇനിയിപ്പോ നൈറ്റ് കാട്ടിലൂടെ പോകുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.